അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോണേ. യെസ്, നമ്മൾ തിരിച്ച് മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങി. പക്ഷേ ഈ വട്ടം നമ്മുടെ കയ്യിൽ ഇതുണ്ടാവും, ഒരു റോബോട്ട് നമ്മളെ പിടിക്കാൻ വരും ഗൈസ്. ഞാൻ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു റോബോട്ട് നമ്മളെ പിടിക്കാൻ വരും, ടെർമിനേറ്റർ. എൻ്റെ ഗോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ സർവൈവ് ചെയ്യണം ആ ടെർമിനേറ്റർ എന്നെ പിടിക്കാൻ വരുമ്പോൾ. അപ്പോൾ അതാണ് എൻ്റെ ഗോൾ. എന്തെങ്കിലും ഒരു ബോണസ് ടെസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ടെർമിനേറ്റർ നമ്മളെന്തെങ്കിലും കൊല്ലാൻ സാധിക്കും, കുറേ സഹായങ്ങളുണ്ടാവും. അതൊരു റോബോട്ടാണ് ഗൈസ്. പ്ലെയർ പോലും കാണും, പക്ഷെ ഒരു റോബോട്ടാണ്. ബെഡ് റോക്ക് എഡിഷനിൽ ഉണ്ടായ മോഡാണ്. നമ്മുടെ ഡ്രീം ഇന്ത്യയിലുള്ള പോലെ തന്നെ നമ്മൾക്ക് അതിനെ സമൺ ചെയ്യാം. ഓക്കെ, 3, 2, 1. ഓക്കെ, ഓടാം. ടെർമിനേറ്റർ വന്നിട്ട് ഗൈസ്. അപ്പം നമുക്ക് വേഗം ഓടാം. ദേ അവിടെ സാധാരണ അല്ലത് റോബോട്ടാണ് ഗൈസ്. അയ്യോ, ഇതുണ്ട്, ഇത്ര ലാഗാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഫേസ്ലെസ് സ്റ്റീവ് എന്ന് പറയുന്നൊരു സ്റ്റീവ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാനായിട്ട്. ഓക്കെ, അത് നമ്മൾക്ക് പിന്നെ പറയാം. അത് പിന്നെയും കുഴപ്പമില്ല, ഇതാ കുഴപ്പം. ഇതിൻ്റെ നിന്ന് നമ്മൾക്കൊരു ദിവസം രക്ഷപ്പെടണം. എളുപ്പപ്പണിയല്ല, ഇതൊക്കെ ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്. അതേ വരുന്നു നീതി പോവാം. റോഡിനോടൊക്കെ വരാൻ പറ്റില്ലല്ലോ. ഓക്കെ ബാക്കിലുണ്ടെന്ന് തോന്നണമെങ്കിൽ പറയാൻ വേണ്ട, ആ ബ്ലോക്സ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേഗം ഓടാം. അയ്യോ പണിപാളി. ഓക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ബോട്ട് ഉണ്ടാക്കണം. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, അങ്ങനെ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ബോട്ട് ഉണ്ടാക്കണം. സമയമില്ല, ഞാൻ നിന്നപ്പോഴേക്ക് എന്നെ കൊല്ലും. എൻ്റെ ഫുഡും ഇല്ല, എന്താ ചെയ്യുക ഗൈസ്? അപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബ് വാങ്ങിച്ചു ഒരു ഐഡിയ കിട്ടാനുണ്ട്. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഓക്കെ പോരത് അതിനേക്കാളും പാട് നമ്മൾക്ക് ചെയ്യണം. ഓക്കെ, വരുന്നു. അയ്യോ, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി. പ്ലാൻ നോക്കട്ടെ ഗൈസ്. പ്ലാൻ സിമ്പിൾ പ്ലാനാണ്, പക്ഷെ അതിൻ്റെ ഐഡിയ അത് വിജയിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, ഇത് എൻ്റെ പ്ലാൻ ഗൈസ്. ഞാൻ അതിന്ന് ഭയങ്കര ദൂരെ ഇപ്പോൾ ഓടി വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം എൻ്റെ അടുത്തില്ലത്, അത് കാരണം ബോട്ടിന് കൂടുതൽ സ്പീഡുണ്ട്. അത് കാരണം ഞാൻ കൂടുതൽ ദൂരെ വന്നു. നമുക്ക് കുറച്ചൊന്ന് സ്റ്റോൺ കളക്ട് ചെയ്യും. ഇത് ഡ്രീമിൻ്റെ കണ്ട് പോലെയുണ്ടോ? ഡ്രീം കണ്ടല്ല, സ്പീഡ് റണ്ണ് ജോർജൊക്കെ പിടിക്കുന്നത്. പേടിപ്പിക്കുന്ന ശബ്ദം. ഓക്കെ, നമുക്ക് വാങ്ങിച്ചണം. എനിക്കറിയാം കോബിൾ സ്റ്റോണിൻ്റെ ഒരു ടാക്സ് ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി, പക്ഷെ ഇപ്പോൾ അതിന് നിൽക്കാനുള്ള സമയമില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾക്കൊരു ദിവസം മാത്രം സർവൈവ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ അതും എളുപ്പമല്ല. ഈ റോബോട്ടിൻ്റെ ഒപ്പം സർവൈവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല.
വിചാരിക്കണ പോലെയല്ല, ഭയങ്കര പാടാ. ഇത് മനുഷ്യനല്ല, മനുഷ്യനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമ്മൾക്ക് എളുപ്പമായിട്ട് കൊല്ലാം. അങ്ങനെ കൂടുതൽ ഹാർട്ട് ഉണ്ടാവും, കൂടുതൽ പവറും ഉണ്ടാവും. അത് കാരണം എനിക്ക് പേടിയും. അത് കാരണം വേഗന ഇതെല്ലാം ചെയ്യണം. ഇത് കാണാൻ എളുപ്പവും, പക്ഷെ നിങ്ങൾക്ക് ഈ മോഡ് ഡൗൺലോഡ് ചെയ്ത് കളിക്കുമ്പോൾ മനസ്സിലാവും. ചില നേരത്തൊക്കെ ആർമറുള്ളത് സ്പോൺ ആവാറ്. എത്തി. ഓക്കെ 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 ഞാൻ ഫൈറ്റ് ചെയ്യുന്നു, വേറെ വഴിയില്ല. ഒരു ദിവസം നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഒരു ദിവസം പറഞ്ഞോളെ അതും പറ്റിയില്ല. പാളി. ഇത്ര സിമ്പിളായിട്ട് ആ റോബോട്ടൊന്ന് തോറ്റ. എനിക്ക് തോന്നിയ റോബോട്ടാണ് ഇത്ര സിമ്പിളായിട്ട് ഞാൻ തോറ്റതിന്. അപ്പോൾ ഗൈസ് കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് ഉറപ്പായിട്ട് ഈ റോബോട്ടിനെ തോൽപ്പിക്കാൻ നോക്കാം. എന്താ വിചാരിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ ബുദ്ധിയുള്ള റോബോട്ടായിരുന്നു. അത് കാരണം വേഗം എത്തി. ഞാൻ ഇത്ര വേഗം എത്തുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പോകാൻ നിൽക്കണേക്കാളും മുപ്പാടെ എത്തി. അപ്പോൾ ഗൈസ് അടുത്ത ഒരു സൂപ്പർ മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം, അല്ലെങ്കിൽ വ്ളോഗും ഗെയിമിംഗ് വീഡിയോ ആയിട്ടും. അപ്പോൾ എന്താ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണുണ്ടോ ഗൈസ്. എനിക്ക് എൻ്റെ ഡ്രീമാണ് 1 മില്യൺ എത്താനായിട്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എവിടെയെങ്കിലും എടുത്ത് ഡൗൺലോഡ് ചെയ്യാം. കാരണം എനിക്ക് എല്ലാ മോഡുകളും ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം അറിയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്നാൽ ശരി, സൈനിങ് ഓഫ് സിൽഫൺ.